അപ്പൊ എല്ലാവരുടെ മൊബൈൽ എടുത്ത് നോക്കിയാലും പ്രസംഗമുണ്ട്. പ്രസംഗം ഇല്ലാത്ത മൊബൈലുണ്ടോ? സിനിമയുണ്ട്, അതിനിടയിൽ ഒരു വഴുതുണ്ട്, ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഴുതൊക്കെ എല്ലാവരും ഉണ്ടോ? പെങ്ങളും എന്നെക്കാലം നല്ലപോലെ വഴുത് പറയേണ്ടവരില്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരി അടുത്ത് അല്ലെ കുഞ്ഞാപ്പൂക്ക സ്റ്റാറ്റസ് ഇട്ടേക്കുന്നുണ്ട്, കല്യാണ വീട്ടിൽ ഒരു പയ്യൻ പ്രസംഗിക്കുന്നൊരു വീഡിയോ. കല്യാണ വീട്ടിൽ തന്നെ എന്ത് മനോഹരമായിട്ട് പ്രസംഗിക്കണം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, റജുലുനൊരു മനുഷ്യന്റെ കാര്യം പറയുകയാ. വളരെ അത്ഭുതത്തോടു കൂടി പ്രവാചകൻ പറയുകയാണ്, നാളെ അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മനുഷ്യനെ ഇങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ ഒരു മനുഷ്യനെ ഇങ്ങനെ നരകത്തിലേക്ക് വലിച്ചെറിയാ കൊണ്ടുപോവുകയാണ്. നരകത്തിന്റെ മലക്കുകൾ ഇങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീരുണ്ടല്ലോ. ഒരാളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയം കണ്ണുനീര് നാളെ വരികയാണ്. നബിതങ്ങൾ പറയുകയാ, കണ്ണുനീര് നാളെ പരലോകത്തേക്ക് കടന്നു വരികയാണ്. ആ മനുഷ്യന്റെ കയ്യിൽ കയറി പിടിക്കുകയാണ്. നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുപോകുന്ന മനുഷ്യന് ആ മനുഷ്യന്റെ കണ്ണുനീര് വന്നിട്ട് അവൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ദുആ ചെയ്യുന്ന സമയത്ത് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീര് വന്നിട്ട് അവന്റെ കയ്യിൽ പിടിക്കുകയാ. ഇവനെ നരകത്തിലെറിയാൻ അനുവദിക്കൂല, ഇവനെ നരകത്തിലെറിയാൻ സമ്മതിക്കൂല. പടച്ചവനെ ആ കണ്ണുനീര് ആ കണ്ണുനീരവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് ഒരു തുള്ളി കണ്ണുനീരാണോ? ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സഹോദരാ കരയടേ, സഹോദരാ കരയടേ, ഉമ്മമാരെ കരയണേ. എപ്പോഴാണ് കരയേണ്ടതെന്നറിയോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബാ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ, ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ. റസൂലുള്ളാഹി പറയുകയാ, ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ. കരച്ചല് വരുന്നില്ലേ, കരച്ചല് വരുന്നില്ലേ? ഫഇല്ലം തബകൂ ഫതബാകൂ. നിങ്ങൾ അഭിനയിക്കണേ വാപ്പാ, കരയുന്നവനെ പോലെ അഭിനയിക്കണേ. ദുആ ചെയ്യുന്ന സമയത്ത് കരച്ചല് വരുന്നില്ല, ചെയ്തു പോയ പാപങ്ങൾ ഓർത്തിട്ട് കരയാൻ പറ്റുന്നില്ല, നിന്റെ മനസ്സ് കരിമ്പാറയെ പോലെ ആയിരിക്കുകയാണ്. എങ്കിലും നീ അഭിനയിക്കൂ, എങ്കിലും നീ കരയുന്നവനെ പോലെ അഭിനയിക്കൂ. അതിനും പറ്റുന്നില്ലേ ചെറുപ്പക്കാരാ? നരകവാസികൾ കരയുകയാ, നരകവാസികൾ കരയുകയാ. മുഖത്തുകൂടെ ചാലുകാണാ. മഴവെള്ളമൊഴുകുമ്പോ, റോഡിലൂടെ ഓടയിലൂടെ വെള്ളമൊഴുകുമ്പോ അടയാളം കാണുന്നത് പോലെ നരകവാസി കരഞ്ഞ് 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 അവന്റെ മുഖത്ത് ചാല് കാണാമടോ, അവന്റെ മുഖത്ത് കണ്ണുനീരൊഴുകിയതിന്റെ അടയാളം കാണാ. റസൂലുള്ളാഹി പറയുകയാ, കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീര് തീർന്നാലും പിന്നെ രക്തമാ ഒഴുകുന്നത്, പിന്നെ അവന്റെ കണ്ണിലൂടെ രക്തമാണ് ഒഴുകുന്നത്. അതുകൊണ്ട് നബിതങ്ങൾ പറയുകയാ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണേ. നബിതങ്ങൾ പറയാ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് കരയ്. പറ്റുന്നില്ലേ? അഭിനയിച്ചു കൊള്ളാൻ നബിയിനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന കരച്ചിൽ വരുന്നില്ലേ? അഭിനയിച്ചോ നീ, കരയുന്നവനെ പോലെ നീ അഭിനയിക്കും, എങ്കിലും നീ രക്ഷപ്പെടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉസ്താദന്മാരൊക്കെ ചുമ്മാ അഭിനയിക്കുക, കരയുന്ന എന്തിനാ ഉസ്താദന്മാരെ തങ്ങന്മാരൊക്കെ കരയണേ? നിങ്ങൾക്ക് എന്തിനാ ചോദിക്കണില്ലേ? അത് വെറുതെ അല്ലടോ, നബിതങ്ങളാ പറഞ്ഞ് അഭിനയിക്കാൻ. കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്ക്. അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്തു പോയ പാപങ്ങൾ, എത്ര പാപം ചെയ്തവരാ നമ്മളൊക്കെ മഹാന്മാരാ? താടിയും തഴമ്പൊക്കെ വെച്ചോണ്ട് വലിയ ആലിമ്യങ്ങളും വലിയ പണ്ട് മഹാന്മാരാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂൻ. ആദമിന്റെ മക്കൾ മുഴുവനും പാപം ചെയ്യുന്നവരാ, വലിയ മഹാന്മാരൊന്നുമല്ല. എടാ, എല്ലാരും പാപം ചെയ്യും, ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. എല്ലാവരും പാപം ചെയ്യുന്നവരാ, പാപം ചെയ്യാത്ത ആരുമില്ല. മഅസൂമികളൊന്നുമല്ല നമ്മൾ.
നമ്മൾ എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാ. അള്ളാഹു പുറത്തിരുമാറാകട്ടെ, അള്ളാഹു പുറത്തിരുമാറാകട്ടെ. നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാ. പക്ഷെ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവനാരാ? ചുമന്നുകൊണ്ട് നടക്കുന്നവനല്ല, പാപം ചുമന്ന് നടക്കുന്നവനല്ല. തെറ്റ് ചെയ്യുന്നവരിൽ നല്ലവനുണ്ടോ? ആ നല്ലവനാരാ? ചെയ്തത് റബ്ബിനോട് ഏറ്റുപറയുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തൗബ ചെയ്യണം, അള്ളാഹിനോട് പറയണം. ഒരു സഹാബി നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, നബിയെ ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ പശ്ചാത്തപിച്ചു, ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞു, പിന്നെയും ചെയ്തു, ഞാൻ എന്ത് ചെയ്യണം? നീ തൗബ ചെയ്യണം. കള്ളു കുടിച്ചോ? അള്ളാന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, പടച്ചവനെ ഇനി ഞാൻ കള്ളു കുടിക്കത്തില്ല അല്ലാ. പിറ്റേ ദിവസം പോയി കള്ളു കുടിച്ചു, എന്ത് ചെയ്യണം? നീ വന്ന് തൗബ ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞു, നീ തൗബ ചെയ്യണം, ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് തൗബ ചെയ്തു. പിന്നെ പോയി കഞ്ചാവ് അടിച്ചു, എന്ത് ചെയ്യണം? അള്ളാന്റെ അടുക്ക പിന്നെയും വന്ന് പറയണം ഇനി ചെയ്യില്ല. പിന്നെ പോയി മയക്കുമരുന്ന് അടിച്ചു, പിന്നെ അള്ളാന്റെ അടുക്ക വന്നിട്ട് പറയണം അടിക്കത്തില്ല, അള്ളാഹ് തീരെ പറ്റി. എടോ, അള്ളാഹുവിനോട് തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കണം, പിന്നെയും ചെയ്തു പിന്നെയും പശ്ചാത്തപിക്കണം, പിന്നെയും ചെയ്തു പിന്നെയും പശ്ചാത്തപിക്കണം, പിന്നെയും ചെയ്തു പിന്നെയും പശ്ചാത്തപിക്കണം. ഇങ്ങനെ തൗബ ചെയ്യണം, തൗബ ചെയ്യണം, തൗബ ചെയ്യണമെന്ന് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എവിടെ വരെ, എവിടെ വരെ? അപ്പോഴാ നബിതങ്ങൾ പറഞ്ഞത്, ഇബ്ലീസ് അല്ലേ പാപം ചെയ്യിപ്പിക്കുന്നത്, അവന് മനസ്സിലാകണം ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന്. തോറ്റുപോകുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ പറഞ്ഞ നബിയുനാ റസൂലുള്ളാഹി. എടാ, ശൈത്താന് തന്നെ മനസ്സിലാവണം ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഇനി ഒരു കാര്യമില്ല. കാരണം എന്ത്? ഇവൻ ചെയ്യും, തൗബ ചെയ്യും. ഒരാള് പള്ളിക്കകത്ത് കിടന്ന് ഉറങ്ങാ. അപ്പൊ നോക്കുമ്പോ ഇബ്ലീസ് പോയിട്ട് പറയുന്നു, ചങ്ങാതി എഴുന്നേറ്റ് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. ഉറങ്ങുന്നവനെ വിളിച്ചിട്ട് പറയാ തഹജ്ജുദ് നിസ്കരിക്കാൻ. സാധാരണ ഇബ്ലീസ് ഉറക്കല്ലേ ചെയ്യാ. ഇവനെ വിളിച്ചു വിടുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്തേപ്പാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, എന്തേ? ഒരു ചരിത്രം പറഞ്ഞതാ. അപ്പൊ ഇബ്ലീസിനോട് ചോദിച്ചു, എന്തിനാ നീ സാധാരണ നേരെ തിരിച്ചല്ല? ഇവനെ വിളിച്ചിട്ട് പറയുന്ന എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വിളിച്ചോളത്താ, എന്തേ കാരണം? അപ്പോഴാ പറഞ്ഞത്, ഇന്നലെ ഈ പഹയനെ ഞാൻ ഉറക്കി. ഇവൻ തഹജ്ജുദ് നിസ്കരിക്കാതെ ഇവിടെ കടന്ന് ഉറങ്ങി. ഇവൻ ഉറക്കിയതിന്റെ പേരിൽ ഇന്നലെ വൈകിട്ട് വരെ നിസ്കാരവും ദുആയും നിസ്കാരം ദുആയും നിസ്കാരം ദുആയും നിസ്കരിച്ച ആകെ 2 റക്അത്ത് നിസ്കരിക്കത്തുള്ളായിരുന്നു. ഇവൻ ഇന്നലെ മൊത്തവും കരച്ചിലും ദുആയും ഇബാദത്തും ഒരുപാട് നന്മ ചെയ്തു. ഏറ്റവും നല്ലത് ഇവൻ 2 റക്അത്ത് നിസ്കരിക്കല. അതാ വിളിച്ചു വിട്ടേ. ഇതാണ് ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിന് മനസ്സിലാകണം നിന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ അവൻ തോറ്റു പോകുന്നത് വരെ നീ തൗബ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ തൗബ എന്ന് പറഞ്ഞാൽ? എന്താ ഈ തൗബ എന്ന് പറഞ്ഞ 27-ാം രാവിന്റെ അന്ന് കുളിച്ചൊരുങ്ങിപ്പോ എവിടെ പോവാടാ? തൗബ ചെയ്യാൻ പോവാ. അന്ന് മാത്രം കിട്ടുന്ന ഒരു സാധനമാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. 27-ാം രാവിന്റെ അന്ന് കുളിച്ചൊരുങ്ങിയ ഒരു പോക്കുണ്ട് തൗബയ്ക്ക്, അല്ലേപ്പാ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അന്ന് മാത്രമേ ഉള്ളപ്പോ തൗബ, ബാക്കിയുള്ള ദിവസമൊന്നും ഇല്ലേ? അന്ന് മാത്രം ഒരു പോക്കുണ്ട് കുളിച്ചൊരുങ്ങിയിട്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ എന്ന് പറഞ്ഞ നിലവിളിയൊന്നുമല്ല, മണിക്കൂറുകൾ ഇങ്ങനെ ഇരുന്ന് ദുആ ചെയ്യരുതൊന്നുമല്ല തൗബ. ഇവിടെ പറയുന്നത് ഒരു വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടാകണം. തൗബ എന്താണെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രി ഇറങ്ങി നടക്കും. നമ്മളെ പോലെ കടന്ന് ഉറങ്ങത്തൊന്നുമില്ല. ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ തന്റെ ജനതയുടെ പ്രയാസങ്ങൾ, അവരെ കുറിച്ച് അറിയാൻ വേണ്ടി ഇങ്ങനെ രാത്രി നടക്കും. ഇങ്ങനെ ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ചങ്ങാതി വരുന്നുണ്ട് ഉമർ തങ്ങളുടെ എതിരെ. ഒരാളിങ്ങനെ നടന്നു വരുന്നു. അദ്ദേഹം ഉമർ തങ്ങളെയും കണ്ടു, ഉമർ തങ്ങൾ അദ്ദേഹത്തെയും കണ്ടു. രണ്ടുപേരും നേർക്ക് ഒരു വഴിയിലൂടെ നടന്നു വരികയാണ്. അള്ളാഹുവേ പടച്ചവനെ, ആ നടന്നു വരുന്ന മനുഷ്യന്റെ കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഇതെന്നറിയോ? 2 കുപ്പി കള്ള് കയ്യിലിരിക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. എന്താ കയ്യിലിരിക്കണത്? എന്താ കയ്യിലിരിക്കണത്? ഓണത്തിന് ഏറ്റവും കൂടുതൽ കള്ള് പിടിച്ച ആരാന്നറിയാവോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് വിറ്റ സ്ഥലം ഏതാണെന്നറിയാവോ? കൊച്ചി. പണ്ടായിരുന്നു മോനെ. എടാ, ഓണത്തിന് ഏറ്റവും കൂടുതൽ ബീവറേജിൽ കള്ള് വിറ്റത് എവിടാന്നറിയാവോ? തിരൂര്. ഏത് ജില്ലയാന്ന് ഞാൻ പറയണില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. കള്ളുകുടിയൊന്നും ഇല്ലടോ ഇപ്പോ, എന്നിട്ടാണ് ഈ അവസ്ഥ. അള്ളാഹു ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. ഉമ്മത്ത് കള്ളുകുടിക്കുന്നുണ്ട് ആരെങ്കിലും? കള്ളുകുടിയൊന്നും ഇല്ലെന്നേ. ഇപ്പത്തെ പിള്ളേരൊക്കെ നല്ല പിള്ളേരാ. കഞ്ചാവ് അടിക്കുന്നേ, കള്ളക്കാർക്ക്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളു കുടിക്കുന്ന കാലം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ളും കഞ്ചാവും മയക്കുമരുന്നിന് അടിമകളാണ് ഇന്നത്തെ കുട്ടികളൊക്കെ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അടിക്കുന്നവർ. അള്ളാഹു ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. മക്കളെയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണമടോ. പെൺകുട്ടികൾ വരെ ഇല്ലേ, പെൺകുട്ടികൾ വരെ കഞ്ചാവും മയക്കുമരുന്നും അടിക്കുന്ന കാലം. സുബ്ഹാനല്ലാഹ്. പണ്ട് ഒരു വീടി വലിക്കാൻ പേടി.
പണ്ടൊരു വീടി വലിക്കുന്ന കാണണമെങ്കിൽ ഒളിച്ചും പാത്തു നിന്ന് വലിക്കും. ഒരു വീടി വലിക്കാൻ പേടിയായിരുന്നടോ പണ്ട്. കസേരന്ന് വീടല്ലേ അപ്പ, ഒരു വീടി വലിക്കാൻ പേടിയായിരുന്നു. ഇന്ന് ആലോചിക്കുക, സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊക്കെ തെറ്റ് ചെയ്യാനൊന്നും ഒരു പേടിയില്ല ചങ്ങാതി മനുഷ്യന്മാർക്ക്. അല്ലാഹു അഅലം, അല്ലാഹു ഹിമ്മത്തിനെ കാക്കുമാറാകട്ടെ. ഇതിപ്പോ ഞാൻ എന്ത് പറഞ്ഞോണ്ടിരുന്നേ? ഓർമ്മ കുറവ് എല്ലാവർക്കും. അല്ലാഹു നമ്മുടെ ഓർമ്മ ശക്തി നൽകുമാറാകട്ടെ. ഓർമ്മ കുറവുണ്ടോ എല്ലാവർക്കും? സ്വന്തം ഫോൺ നമ്പർ കാണാതെ അറിയുന്ന എത്ര പേരുണ്ട്? കൈപൊക്കിക്കേ. ഭാര്യയുടെ ഫോൺ നമ്പർ കാണാതെ അറിയുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അല്ലാഹു നമുക്ക് ഓർമ്മ ശക്തി, അതെന്തിനാ അവസ്ഥ അതല്ലേ? ഫോൺ നമ്പരൊക്കെ ഓർത്ത് വെക്കണേ. അല്ലാഹു നമുക്ക് ഓർമ്മ ശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലി കിടക്കണ ചെരുപ്പിലൊന്ന് നോക്കിക്കുക എല്ലാവരും. എന്റെ അല്ല, നിങ്ങളുടെ. കാലി കിടക്കണ ചെരുപ്പിൽ നോക്കിയോ? അവിടെ തന്നെ നോക്കിയിരി. നോക്കിയാ? നിറമിൽ കറുത്ത ചെരുപ്പു നീ ധരിക്കല്ലേ, അതിനാനനുസിയാൻ വന്നിടും കളിയല്ലേ. ഏത് ചെരുപ്പ്? ഏത്? നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ. ചെരുപ്പ് കച്ചവടക്കാരന്റെ തല. എന്റെ കൂടെ വന്നവൻ തന്നെ ഒരു കച്ചവടക്കാരനാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മഴ പെയ്യുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. എല്ലാ അകത്ത് കയറുമല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ല, ഇടിവെട്ടി പെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞില്ല, കയറും ഇൻഷാ അല്ലാഹ്. ആമീൻ പറയാൻ നല്ലവര് മാത്രം മതി. മഴ പെയ്യുന്ന സമയത്ത് ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ഉമർ തങ്ങളുടെ എതിരെ നടന്നു വരുന്ന മനുഷ്യന്റെ കയ്യിൽ 2 കുപ്പി കള്ളും പിടിച്ചോണ്ടാ വരണേ. ഇയാളുടെ സങ്കടം എന്തെന്നറിയോ? അല്ലാഹു ഉമറാ വരണേ. ഉമർ തങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടൊന്ന് തുണ്ടനുണ്ട്, ഒരൊറ്റ കരുണയില്ല ചങ്ങാതിക്ക്. ഉമർ തങ്ങളാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു ഭരണാധികാരിയാ. ഇയാളുടെ സങ്കടം എന്തെന്നറിയോ? ഉമർ തങ്ങൾ വിചാരിച്ചിരുന്നത് ഇയാള് നല്ല മനുഷ്യനാണെന്നാ. നല്ല മനുഷ്യനാണെന്ന് ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. കോലം കൊണ്ട്, അല്ലാഹു കാക്കുമാറാകട്ടെ. ഉണ്ടല്ലോ, കോലം കൊണ്ട് നല്ലതാണെന്ന്. അപ്പൊ ഇയാൾക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? നടന്നു വരുന്ന വഴിയിൽ കണ്ണ് 2 അടച്ചു പിടിച്ചു. കണ്ണ് 2 അടച്ചു പിടിച്ചിട്ട് ഈ മനുഷ്യൻ അള്ളാഹിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്യുന്നത് തെറ്റാ, ഞാൻ സമ്മതിച്ചു. ഞാൻ ചെയ്യുന്നത് തെറ്റാണ് റബ്ബേ, ഞാൻ സമ്മതിച്ചു. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ ഇനി മരിക്കുന്ന കാലം വരെ ഞാൻ കൈകൊണ്ട് പോലും തൊടില്ല. ഒറ്റ വാക്കേ പറഞ്ഞു. 2 കുപ്പി കള്ളും കയ്യെ പിടിച്ചിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ചെയ്തത് തെറ്റാ, സമ്മതിച്ചു. ഇന്ന് ഉമറിന്റെ മുമ്പിൽ നിന്ന് പിടിക്കപ്പെടരുത്, എന്നെ നീ രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തിയ മരിക്കുന്ന കാലം വരെ ഞാൻ കൈകൊണ്ട് പോലും ഇനി തൊടില്ല അല്ലാഹ്. പറഞ്ഞു തീർന്നതും ഉമർ തങ്ങൾ സലാം പറഞ്ഞു. നടന്നു വരുന്ന വഴിയിലാ ഇത് പറഞ്ഞോണ്ട് വരുന്നേ. ഉമർ തങ്ങൾ സലാം പറഞ്ഞു. വഅലൈക്കും സലാം. എന്താ കയ്യില്? ആ മനുഷ്യൻ പറഞ്ഞടോ, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. കള്ളാണെന്നുറപ്പാ. കള്ളാണ് കയ്യിലിരിക്കുന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാ. ഉമർ തങ്ങൾ ഇങ്ങോട്ട് താന്ന് പറഞ്ഞു മേടിച്ച് തുറന്നു നോക്കി. ആ കള്ള് സുറുക്കയായി മാറി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ മാറിയിട ഇതെങ്ങനെ മാറി? ആ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക്, അല്ലാഹുവേ, നീ എന്നെ രക്ഷപ്പെടുത്തണം. അതാ ഇഖ്ലാസ്. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ അത്ഭുതപ്പെടുന്നത്, എന്ത് ധൈര്യത്തിലായിരിക്കും ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാവുക. കള്ളെങ്ങനെ സുറുക്കയാവും ചങ്ങാതി? എങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും? അവൻ അല്ലാഹുവിൽ വെച്ച പ്രതീക്ഷ. അതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. എന്റെ റബ്ബനെ കൈവിടില്ല എന്നുള്ള ഒരു ഉറച്ച യഖീൻ, ഒരു വിശ്വാസം. എന്റെ പ്രിയപ്പെട്ടവർ, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്രം കൂടെ പറയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾ വന്നിട്ട് പറയുന്നു, നബിയേ, വല്ലാത്ത ക്ഷാമമാ, വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമാ, കുടിക്കാൻ വെള്ളമില്ല. മൃഗങ്ങൾക്ക് പോലും, നാൽക്കാലികൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ലാതെ വല്ലാതെ പ്രയാസമാണ്. മഴ പെയ്യാ ദുആ ചെയ്യണം, മഴ പെയ്യാ ദുആ ചെയ്യണം. മൂസാ നബി പറഞ്ഞു, എല്ലാവരോടും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ. മൂസാ നബി പറയുകയാണ്, പറഞ്ഞ ദിവസം ജനങ്ങൾ മുഴുവനും ഒരുമിച്ച്
ഒരുമിച്ചുകൂടി. അതാ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാ മഴ തരണേ അല്ലാ. പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ടു മൂസാ നബി അവിടുന്ന് ദുആ ചെയ്യുമ്പോ അവിടുന്ന് വിളിച്ചു പറയുന്നു, മൂസാ മഴ തരൂല മൂസാ, ദുആ സ്വീകരിക്കില്ല മൂസാ. കാരണം എന്തെന്നറിയോ? നിന്റെ മുമ്പിലിരിക്കുന്ന ജനങ്ങളുടെ നടുവില് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന ഒരു മനുഷ്യനിരിപ്പുണ്ട്. 40 വർഷമായിട്ട് അല്ലാഹനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ നിന്റെ മുമ്പിലിരിക്കുന്നുണ്ട്. അവനോട് എഴുന്നേറ്റ് പോകാൻ പറ, ഇല്ലാതെ ദുആ സ്വീകരിക്കില്ല മൂസാ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് വിളിച്ചു പറയുകയാണ്. തന്റെ മുമ്പിൽ 70,000-ഓളം വരുന്ന ജനത ഇരിക്കുകയാണ്. മൂസാ നബി പറഞ്ഞു, 40 കൊല്ലമായി അല്ലാഹുവിനെ മറന്നു നടക്കുന്ന ആരോ ഈ സദസ്സിലുണ്ട്. എഴുന്നേറ്റ് പോകണേ, എഴുന്നേറ്റ് പോകണേ. മൂസാ നബി പറയുമ്പോ ജനങ്ങൾ നോക്കുന്നു, ആരാ? അല്ലാ. 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന മനുഷ്യനാരാ? 4 ഭാഗത്തേക്കും ജനങ്ങളെ നോക്കുകയാണ്. ഒരാളും എഴുന്നേൽക്കുന്നില്ല. ആ 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന മനുഷ്യൻ ചിന്തിച്ച്, പടച്ചവരെ എന്നെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ നാട്ടുകാരറിയുമല്ലോ, നാണം കെടുമല്ലോ. എഴുന്നേറ്റ് പോകാതെ ഇരുന്ന മഴ തരില്ലല്ലോ അല്ലാ. ആ മനുഷ്യൻ ചിന്തിച്ചു, പടച്ചവരെ ഞാൻ ഇത്രയും വലിയ പാപിയാണോ? ഞാൻ ഇത്രയും വലിയ തെറ്റുകാരനാണോ? ആ മനുഷ്യന് പശ്ചാത്താപം തോന്നിയതോ? ആ മനുഷ്യന് നന്നാകണമെന്ന് തോന്നുകയാണ്. ആ മനുഷ്യൻ എന്തു ചെയ്തെന്നറിയോ? തല രണ്ടും താഴ്ത്തി പിടിച്ചിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാ ചെയ്തത് മുഴുവനും പാപമാണ് റബ്ബേ. സമ്മതിക്കുന്നു പടച്ചവരെ, സമ്മതിക്കുന്നു പടച്ചവരെ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എങ്ങനെയാണ് നിന്നോട് ഏറ്റു പറയേണ്ടത് പോലും എനിക്കറിയില്ല. അല്ലാഹുവേ ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. ഇനി ഒരിക്കലും നിന്നെ മറക്കില്ല അല്ലാ. ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്യുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, പടച്ചവരെ മഴ തരണേ അല്ലാ. 40 കൊല്ലം അല്ലാഹുവിനെ മറന്നു നടന്നവന് തൗബ ചെയ്തിട്ട് പടച്ചവരോട് പറയുകയാ, മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്ത് കാർമേഘം കടന്നു വരികയാണ്. മഴയുടെ അടയാളം കാണുകയാണ്. ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് ഓടുകയാണ്. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങി എന്ന ചരിത്രം പറയുമ്പോ മൂസാ നബി ചിന്തിക്കുന്നു, റബ്ബേ ആരും പോയില്ലല്ലോ അല്ലാ, ആരും എഴുന്നേറ്റില്ലല്ലോ. പിന്നെ എങ്ങനാ മഴ പെയ്തത്? പിന്നെ എങ്ങനാ മഴ പെയ്തത്? മൂസാ നബിയേ, ആ 40 കൊല്ലം അല്ലാഹനെ മറന്നു നടന്നവന് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാ. പറഞ്ഞത് വാക്കാ, പറഞ്ഞത് ഒരു വാക്കാ. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. വെറുതെ കിടന്ന് പൊറുക്കല്ലാ, പൊറുക്കല്ലാ, പൊറുക്കല്ലാ എന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടതുപോലെ പറയണേ വാപ്പാ. പൊറുക്കന്റെ പാപം, അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്തു പോയ പാപങ്ങളോരോ നീ കരയേണ്ടതാ. വിജനസ്ഥലം മതി ഏറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ രാഴമോർത്തിട്ടുണ്ടടാ നടി. നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ദൈവ റബ്ബിനു തോന്നണോ? പടിവാതിലൊഴിയാതെവിടെയും നീ കരയടേ. കള്ള
കള്ള് കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറ, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറ, പലിശ തിന്നെങ്കിൽ തിന്നെന്ന് പറ, ഭർത്താവിനെ വഞ്ചിച്ചെങ്കിൽ വഞ്ചിച്ചെന്ന് പറ, മാതാപിതാക്കളെ ചതിച്ചെങ്കിൽ ചതിച്ചെന്ന് പറ. അള്ളാനോട് പറയണം ഓരോ പാപവും ഏറ്റേറ്റ്. അള്ളാനോട് പറയണം ചെയ്തു പോയ പാപങ്ങൾ എണ്ണി എണ്ണി പറയണം. ചുമ്മാതെ പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ ദുആ ചെയ്യണമെന്നറിയോ? പൊറുക്കന്റെ പാപമോ സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. അല്ലാഹുവേ, നിന്നെക്കാളും പൊറുക്കുന്ന ഒരാൾ ലോകത്തില്ല പടച്ചവര്. 100 കൊല ചെയ്തവനെ പുറത്തു കൊടുത്തവനാ അല്ലാ. നിന്നെക്കാല് കരുണയുള്ള ഒരാളും ഈ ലോകത്തില്ല. അല്ലാഹുവിനോട് പറയണം പൊറുക്കന്റെ പാപം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ. ദുനിയാവിന്റെ ആഡംബരം കണ്ട് ചെയ്തു പോയതാ അല്ലാ. ഇബ്ലീസ് ചതിച്ചതാ അല്ലാ, ഇബ്ലീസ് പറ്റിച്ചതാ അല്ലാ, എന്റെ നഫ്സെന്നെ പിഴപ്പിച്ചതാ അല്ലാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. നീ കാണുന്നെന്ന് എനിക്കറിയാ, നീ കാണുന്നെന്ന് എനിക്കറിയാ, എന്നിട്ട് ചെയ്തത് ധിക്കാരമല്ല. എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാ, എന്നിട്ടും നീ കണ്ടാലും എനിക്കൊരു ചുക്കുമില്ലാതെ പറഞ്ഞിട്ട് ചെയ്തതല്ല അല്ലാ. പെട്ടുപോയി തമ്പുരാനെ, ചെയ്തു പോയി തമ്പുരാനെ, എന്നെ ആട്ടിക്കളയല്ലേ റബ്ബേ എന്ന് റബ്ബിനോട് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആയിനെ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് ദുആ ചെയ്യാൻ പോകുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. നബി തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉ വരവായിരിക്കുകയാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് പള്ളികെട്ടൽ. ആ പള്ളികതാ പണിതിട്ട് നിസ്കാരത്തിന് വേണ്ടി തുറന്നു കഴിഞ്ഞു. ഇൽമിന്റെ മജ്ലിസാണ്. തങ്ങന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, ഹാഫിളീങ്ങളുണ്ട്. ദുനിയാവിലെ സ്വർഗ്ഗമാണ്. മുതഅല്ലിമീങ്ങൾ ഇരിക്കുന്ന മക്കളാണ്. മഴ പെയ്യുന്നു വാപ്പാ, ഇതിനെക്കാളും ഒരു അവസരം ഇനി കിട്ടൂല, ഇതിനെക്കാളും ഒരു അവസരം നിനക്ക് കിട്ടൂല. അതുകൊണ്ട് കരഞ്ഞോ. നബി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ദുആ ചെയ്യുന്ന സമയത്ത് കരയണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ചരിത്രം കൂടെ പറയാം. ഒരു ചരിത്രം കൂടെ ഞാൻ പറയാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പരലോകത്ത് ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കും. നന്മയും തിന്മയും തൂക്കി ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ അല്ലാഹു വിധിച്ചു. സബാനിയത്തിന്റെ മലക്കുകൾ, നരകത്തിന്റെ മലക്കുകൾ ഈ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ്, അല്ലാഹുവേ, എനിക്ക് സംസാരിക്കാൻ അനുവാദം തരണം പടച്ചവനെ. അള്ളാഹുവിനോട് സംസാരിക്കുകയാ, അല്ലാ, എനിക്ക് സംസാരിക്കാൻ അനുവാദം തരണം പടച്ചവനെ. ആരാ സംസാരിക്കുന്നത്? ആ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുപോകുന്ന മനുഷ്യന്റെ കണ്ണിലെ പീലിയിലെ ഒരു രോമം. ഈ കണ്ണിന്റെ മുകളിൽ കാണുന്ന രോമമുണ്ടല്ലോ, ആ രോമത്തിലെ ഒരു രോമം അള്ളാഹിനോട് പറയുകയാ, എനിക്ക് സംസാരിക്കാൻ അനുവാദം തരണം പടച്ചവനെ. ആരാ ആ നരകത്തിൽ എറിയാൻ വേണ്ടി കൊണ്ടുപോകുന്ന മനുഷ്യന്റെ കണ്ണിലെ ഒരു രോമം അള്ളാഹിനോട് പറയും. നബി തങ്ങൾ പറയുകയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രോമത്തിന് സംസാരിക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കും. ആ സമയത്ത് ആ രോമം അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഒരിക്കൽ ഇവന്റെ കണ്ണ് നനഞ്ഞുറപ്പേ. വയത് കേട്ടപ്പോ, അല്ലെങ്കിൽ നരകത്തെ കുറിച്ച് പറയുമ്പോ, മരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ, എപ്പോഴോ ദുആ ചെയ്തപ്പോ അവന്റെ കണ്ണൊന്ന് നനഞ്ഞു, ഒരു രോമം നനയുന്ന രീതിയിൽ. അപ്പൊ എത്രയ്ക്ക് കരഞ്ഞിട്ടുണ്ടാവും? ഈ കൺപീലിയിലെ ഒരു രോമം നനയുന്ന രീതിയിൽ ആ മനുഷ്യന്റെ കണ്ണൊന്ന് കലങ്ങി, ഒരു രോമമേ നനഞ്ഞുള്ളൂ. ഈ രോമം അള്ളാഹുവിനോട് പറയുകയാ, പടച്ചവനെ, ഇവനെ നീ നരകത്തിലിടല്ലേ അല്ലാ. ആ കണ്ണിലെ ഒരു രോമം നാളെ ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
ഇവിടെ ഒരു രോമം നനയുന്ന രീതിയിൽ നിന്റെ കണ്ണൊന്ന് നനഞ്ഞാൽ പോലും നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ ദുആ ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കരയുന്നവന്റെ അവസ്ഥ എന്താ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 11 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് രാത്രിയാണ്, മഴയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അതുകൊണ്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് പറയണമെന്നുണ്ട്. അല്ലാഹു ആയുസ്സം തന്ന ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും എവിടെയോ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കൂടാം. അല്ലാഹു പറയാനും കേൾക്കാനും അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വഅദ് പറയാനൊന്നും അറിയില്ല. എന്നെക്കാളും അറിവുള്ള ഉസ്താദന്മാർ, പണ്ഡിതന്മാർ, നിങ്ങളിലധികം പേരും പ്രായമുള്ളവരാ. എനിക്ക് 36-37 വയസ്സേ ആയുള്ളൂ. എന്നെക്കാളും പ്രായം കൂടിയവർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ പ്രസംഗമല്ലേ, ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ലല്ലോ. മൈക്കിന്റെ മുമ്പിൽ വരുമ്പോ അല്ലാഹ് ചെയ്ത ഒരു നിഅമത്ത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ പറഞ്ഞത് താഴെ ഇറങ്ങിയിരുന്ന് പറയാൻ പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അതാണ് ഇത് അല്ലാഹ് ചെയ്ത ഒരു നിഅമത്ത്. ഉസ്താദന്മാരുടെയൊക്കെ ദുആ അല്ലാഹു അവരുടെയൊക്കെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദന്മാർ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. തല്ലിങ്ങളൊക്കെ പഠിക്കണം. ഉസ്താദന്മാരുടെ ദുആ കൊണ്ട് വലിയ പ്രയോജനമുണ്ട്. ഉസ്താദന്മാരുടെ ദുആ അവരുടെ മനസ്സൊരിക്കലും വേദനിപ്പിക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ നാവിൽ നിന്ന് നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണം. അല്ലാഹു പുറത്തുവരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നോക്കാൻ സിറാജ എന്ന അതിനർത്ഥം. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? നോക്കാം. എൻ്റെ പ്രിയപ്പെട്ട, അപ്പൊ എനിക്ക് ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട. എൻ്റെ മയ്യത്ത് ഇവിടെ കൊണ്ടുവച്ച് പൊരുത്തം ചോദിക്കാൻ ആരുമില്ലടോ. മരിച്ചതിന് ശേഷമല്ല പൊരുത്തം ചോദിക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കണം. മയ്യത്ത് കൊണ്ടുപോയി പള്ളിക്കകത്ത് വെച്ചിട്ട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ജീവിച്ചിരിക്കുമ്പോൾ ചോദിക്കല. അല്ലാഹു പുറത്തുവരുമാറാകട്ടെ. അപ്പൊ പൊരുത്തപ്പെടല്ലേ? അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട, അൽഹംദുലില്ലാഹ്, പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി, പള്ളി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നിങ്ങളിലധികം പേര് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പള്ളിക്ക് കുറച്ചു കടമുണ്ട്, കുറച്ചു ബാധ്യതകളുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. ഏതൊരു കാര്യത്തിലും ബാധ്യതകളൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അതിനുള്ള വഴികൾ അല്ലാഹു തുറന്നു വരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബാധ്യതകളൊക്കെ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അല്ലാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഇതെങ്ങോട്ട് പോന്ന? കൊണ്ടോട്ടിക്ക് വന്ന? മലപ്പുറം പോണ? കൊണ്ടോട്ടി. ഇങ്ങോട്ട് ഇവിടെ ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കാന്ന് സങ്കല്പിക്കുക. ഒരു ബസ് വന്നു, കൊണ്ടോട്ടി എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്. ആ ബസ്സിനകത്ത് കൈ കാണിച്ച് ചാടി കയറി അതിനകത്തിരുന്നു. കണ്ടക്ടർ ഇങ്ങനെ വരുന്നുണ്ട്, ഓരോ അടുത്തിങ്ങനെ പോകുന്നത് നീ കാണുന്നുണ്ട്. അപ്പൊ നീ ബസ്സിനകത്ത് ഇരുന്നിട്ട്, എയർപോർട്ടിലേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് നീ ദുആ ചെയ്യുവാണ്, പടച്ചവനെ എന്നെ നീ കൊണ്ടോട്ടിയിലെത്തി, അങ്ങോട്ട് എത്തിക്കണേ എന്ന് പറഞ്ഞാൽ ചെല്ലുവോ? എന്നെ കോഴിക്കോടേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്താൽ എത്തുവോ? നിങ്ങൾ എന്താ പറ, എത്തുവോ? എയർപോർട്ടിലെ കൊണ്ടോട്ടിയിലേക്ക് പോകുന്ന ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് കോഴിക്കോടേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞാൽ എത്തിക്കോ? അല്ലാഹ് എത്തിക്കോ? എത്തിക്കത്തില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്നാ ചെയ്ത് വെച്ചിട്ടാ അള്ളാഹിനോട് നല്ല മരണം എന്താ എന്ന് ചോദിക്കണേ? എടാ, ജീവിതത്തിൽ ഒരു നന്മയെങ്കിലും ചെയ്തിട്ട് ചോദിക്കുക. ഒരു നന്മയെങ്കിലും നിന്റെ 30, 40, 50, 60 കൊല്ലത്തിന്റെ ഇടയിൽ അള്ളാഹു സ്വീകരിച്ചെന്ന് ഉറപ്പുള്ള ഒരു നന്മയുണ്ടോ പറയാ? അള്ളാഹു സ്വീകരിച്ചെന്ന് ഉറപ്പുള്ള ഒരു നന്മയെങ്കിലും, ഒരു നിസ്കാരമോ, ഒരു നോമ്പോ, ഒരു സദക്കയോ, ഒരു ദിക്റോ, ഒരു സുബ്ഹാനല്ലാഹെങ്കിലും ഉണ്ടോ വാപ്പമാരെ? പിന്നെ എന്നാ കണ്ടിട്ട് അള്ളാഹുവേ നല്ല മരണം എന്താ? കൊണ്ടോട്ടിക്ക് പോകുന്ന ബസ്സിൽ കയറി ഇരുന്നിട്ട് കോഴിക്കോട് പോകാൻ ചോദിക്കണ പോലെ അള്ളാഹ് നല്ല മരണം എന്താ? നല്ല മരണം എന്നറിയോ? നീ ചോദിക്കുന്നതിന്റെ വലുപ്പം നിനക്കറിയില്ല. നീ ചോദിച്ചത് അള്ളാഹുവേ ഒതുവോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൗബ ചെയ്തിട്ട് ഒതുവോടുകൂടി അള്ളാഹുവെ കടങ്ങളൊക്കെ തീർത്ത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ ഷഹാദത്ത് കലിമ ഉറക്കം പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് നിബിതങ്ങളെ സാക്ഷിയാക്കി അള്ളാഹുവെ പടച്ചവനെ എനിക്ക് മരിക്കണമല്ല. ഇത്രയും കാര്യമാണ് നീ ചോദിച്ച അള്ളാഹിനോട്. ഇതിനാ നല്ല മരണം എന്ന് പറയുന്നത്, അല്ലാതെ ചുമ്മാതെ കിട്ടുന്ന സാധനമല്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ തലേ ദിവസം നബി തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ദിർഹവും എടുത്ത് സദക്ക കൊടുത്തു. 6 or 7 ദിർഹം ഉണ്ടായിരുന്നു അത്രേ.
അവസാനം തന്റെ വീടിനകത്തുണ്ട പൈസയും നബിതങ്ങൾ എടുത്ത് സദക്ക കൊടുത്തു. ഇനി ഒന്നുമില്ല. ആ നബിതങ്ങളാണ് റബീഉൽ അവ്വൽ 12-ന് മരിക്കാൻ കിടക്കുന്ന സമയം അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് വന്ന് റൂഹ് പിടിക്കുമ്പോ നബിതങ്ങൾ പറയുകയാ, അസ്രായിലെ ഒന്ന് പതുക്കെ പിടിക്ക്, എനിക്ക് വേദനിക്കുന്നു അസ്രായിലെ. തന്റെ കയ്യിലിരുന്ന അവസാനത്തെ ദിർഹവും സദക്ക കൊടുത്ത ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അസ്രായിലിനോട് പറയുന്നു, എനിക്ക് വേദനിക്കുന്നു അസ്രായിൽ, ഒന്ന് പതുക്കെ പിടിക്ക് അസ്രായിൽ. അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് കരയുകയാ, നബിയേ എനിക്കറിയില്ല നബിയേ, ഇതിനേക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. നബിതങ്ങൾ എഴുന്നേക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. വേദന സഹിക്കാൻ കഴിയാതെ അടുത്ത് വെച്ചിരുന്ന പാത്രത്തിനകത്തുനിന്ന് വെള്ളം കോരിയിട്ട് നബിതങ്ങളും മുഖത്തൊഴിച്ചടോ. മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ, അല്ലാഹുവേ ഈ മരണം എന്നെയും തേടി വരും, നിങ്ങളെയും തേടി വരും. എപ്പോഴെവിടെ വെച്ചാണ് മരണം നമ്മളെ തേടി വരുന്നതെന്ന് അറിയില്ലടോ. ഏത് നിമിഷം വേണമെങ്കിലും നമ്മളെ തേടി വരും. നമ്മൾ എന്ത് ചെയ്യും വാപ്പാ, നമ്മൾ എന്ത് ചെയ്യും വാപ്പാ? ചെറുപ്പക്കാരാ, ഈ മരണം നമ്മളെ തേടി വരുമ്പോ നബിതങ്ങളുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെയും നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? എന്ത് ചിന്തിക്കാത്ത? ആ മരണസമയത്ത് അല്ലാഹു നിന്നോട് കരുണ കാണിക്കാൻ നീ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു പോയി. 100 നന്മ ഒന്നും ചെയ്യണ്ട വാപ്പ, ഒരെണ്ണം ചെയ്തു വാക്ക്. പത്രത്തിലും കൊടുക്കരുത്, നാട്ടുകാരും അറിയരുത്, ആരും അറിയാതെ രഹസ്യമായി ഒരു നന്മയെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ ചെയ്തു വെക്ക്, ഒരു നല്ല മരണം കിട്ടാൻ. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മരണവേദന കുറച്ചു തരുമാറാകട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ മരണവേദന നീ കുറച്ചു തരണേ അല്ലാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, ആർക്കാ സ്വർഗം വേണ്ടത്? ഞാൻ തരാം. അല്ലാഹു പറയുകയാ, ഞാൻ തരാം നിങ്ങൾക്ക് സ്വർഗം. ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. പറയുകയാ, ഞാൻ തരാ സ്വർഗം. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്രായീൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിക്കുകയാണ്. അതാ മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ, ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് മലക്കുകൾ റൂഹ് കൊണ്ടുവച്ചു. എന്നിട്ട് 70,000 മലക്കുകൾ നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കുകയാണ്. ഇനി തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുകയാണ്. അവസാന സമയമാണ് വാപ്പാ. ഒരു വല്ലാത്ത ശബ്ദം കേൾക്കുന്ന സമയം, ആരും തകർന്നു പോകുന്ന സമയം. ആ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കാണിച്ചു തരികയാ, വഅബ്ശിറൂ ബിൽ ജന്നാ. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം, ഇതാണ് റബ്ബ് നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. നോക്കടോ, നോക്കടോ, നോക്കടോ. ആ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് സ്വർഗം കാണിച്ചു തരികയാ. ആ സ്വർഗം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കണോ വാപ്പാ? ആഗ്രഹമുണ്ടോ ചെറുപ്പക്കാരാ? ആഗ്രഹമുണ്ടോ ഉമ്മമാരേ? വേറെ ഒന്നും ചോദിക്കരുത്, ഒന്നേ ചോദിക്കാവോ. ഈ പറയുന്ന നന്മ നിങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവോട് പറയേണ്ടത് ഇതാ, അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനമായി കണ്ടത് സ്വർഗമാക്കണം. പടച്ചവനെ, ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടൊരു നന്മ ചെയ്തിട്ട് നമുക്ക് പിരിയാം. ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി. ദുആയാണ് നമുക്ക് വേണ്ടത്, ഇന്നത്തെ ദുആയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവേ ദുആയിനെ സ്വീകരിക്കണേ അല്ലാഹ്.